സായാഞ്ജലി ഭാഗം 4. ഞാൻ പറയുന്നതൊന്ന് നീ മുഴുവൻ കേൾക്ക്. ഞാനിന്ന് പൂ വാങ്ങാൻ രാവിലെ മാർക്കറ്റിൽ പോയില്ലേ? അവിടെ നിന്റെ പ്രായമുള്ളൊരു പെൺകുട്ടി പൂക്കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ പ്രത്യേക രീതിയിൽ പൂക്കൾ അടുക്കി വച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ആ കടയിൽ പോയത്. എ ബ്യൂട്ടിഫുൾ ഗേൾ. ഹോ, അവൾ വിൽക്കുന്ന പൂക്കൾ പോലെ എന്ത് സൗന്ദര്യമാണ് അവൾക്ക്. മഹി, ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ? സായി അല്പം നാണത്തോടെ പറഞ്ഞു. ആഹാ, കൊള്ളാലോ. ഏട്ടന് നാണമൊക്കെ വരുന്നു. ഞാൻ കരുതിയത് ഈ മുരടൻ തലയിൽ ബിസിനസ് മാത്രമേ ഉള്ളൂ എന്നാ. എന്നിട്ട് ആ കുട്ടിയുടെ പേര് ചോദിച്ചോ? മഹി ചോദിച്ചു. ഹേ, പേരൊന്നും ചോദിച്ചില്ല. ആദ്യം കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് പേരൊക്കെ ചോദിക്കുക? ശരിക്കും ഏട്ടന് ഇഷ്ടമാണോ? അതായത് പ്രണയം? അവളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല മഹി. അവളെക്കുറിച്ച് പറയുമ്പോൾ സായിയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ആഹാ, നാളെ തന്നെ നമുക്ക് പോയി അന്വേഷിക്കാം. ഇനി ആ കുട്ടിക്ക് വേറെ വല്ല പ്രണയമോ കല്യാണമോ ആയിട്ടുണ്ടെങ്കിലോ? അയ്യോ, എൻ്റെ മോളെ നശിപ്പിച്ചു. തുടക്കം തന്നെ നെഗറ്റീവ്. നീ പോയി കിടന്നുറങ്ങിക്കേ. അയ്യോ ഏട്ടാ, അങ്ങനെ പറയില്ലേ. ഈ ഒരു പോസിബിലിറ്റി കൂടി നമ്മൾ ചിന്തിക്കണമല്ലോ. എന്തായാലും ഒറ്റ കാഴ്ചയിൽ തന്നെ എൻ്റെ ഏട്ടൻ്റെ മനസ്സിലക്കിയ ആ കുട്ടിയെ നാളെ തന്നെ എനിക്ക് കാണണം. എത്ര പെൺകുട്ടികളെ ഏട്ടൻ ദിവസവും കാണുന്നു. പക്ഷേ ഇതുവരെ ഏട്ടൻ ഇങ്ങനെ യാതൊരു ചിന്തയും ഇല്ലായിരുന്നല്ലോ. ഏത് നേരവും ബിസിനസ്. മതി, ഇനി നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അനുരാധ അവിടെ തനിച്ചല്ലേ? സായി പറഞ്ഞു. ഓക്കെ ഏട്ടാ, ഗുഡ് നൈറ്റ്. പിന്നെ ഏട്ടാ, ആ കുട്ടിക്ക് വേറെ ലവ് ഒന്നും ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിച്ചോ? മഹി ഒരു ചിരിയോടെ പറഞ്ഞു. ഇല്ല, നീ ഇപ്പം എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കും. ഇങ്ങനെ നെഗറ്റീവ് പറയാതെ പോയി കിടന്നുറങ്ങു പെണ്ണേ, സായി പറഞ്ഞു. മഹി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും അവളുടെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തിയതും നീ എവിടെ പോയതാ? കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് മുടി കോതിക്കൊണ്ട് അനുരാധ ചോദിച്ചു. ഞാൻ ഏട്ടൻ്റെ ഫോൺ ചാർജർ എൻ്റെ അടുത്തായിരുന്നു, അത് കൊടുക്കാൻ പോയതാ. നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി കാണുമ്പോൾ എപ്പോഴും ഞാൻ ആഗ്രഹിക്കും എനിക്കും ഒരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷേ ചെറുപ്പത്തിൽ ഞങ്ങൾ എത്ര വഴക്കിട്ടിട്ടുണ്ട്. ഏത് സമയം ഞങ്ങൾ തമ്മിൽ അടിപിടിയായിരുന്നില്ലേ? മഹിമ കുട്ടിക്കാലം ഓർത്തുകൊണ്ട് പറഞ്ഞു. അടിപിടി കൂടുമെങ്കിലും നിങ്ങൾക്ക് പരസ്പരം ഭയങ്കര സ്നേഹമായിരുന്നു. സായി ഇല്ലെങ്കിൽ നീ കളിക്കാൻ വരില്ല. എന്ത് കിട്ടിയാലും സായി നിനക്ക് എടുത്തു വെക്കും. അതുപോലെ സായിയെ വിട്ട് നീ എങ്ങോട്ടും വരില്ല. നിന്നെ ഞങ്ങൾ എത്ര വിളിക്കും വീട്ടിലേക്ക്. അവനുണ്ടെങ്കിൽ മാത്രമേ നീ വരൂ. അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് കാണുമ്പോൾ കുട്ടിക്കാലം തൊട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ബ്രദറോ സിസ്റ്ററോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഒറ്റയ്ക്ക് വളരുന്നത് വളരെ ബോറിംഗ് ആണ് മഹി. ചേച്ചി വിഷമിക്കല്ലേ, ഞങ്ങളൊക്കെ ഇല്ലേ. ഞാൻ ചേച്ചിയുടെ സ്വന്തം അനിയത്തിയല്ലേ എന്ന് പറഞ്ഞ് മഹിമ അനുരാധയെ പോയി കെട്ടിപ്പിടിച്ചു. ചേച്ചിക്ക് കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നുകൂടെ? ഞങ്ങൾക്കൊക്കെ ചേച്ചി എന്ത് ഇഷ്ടമാണെന്നോ. ആലോചിക്കാം. താങ്ക് യു ചേച്ചി. എന്നാൽ നമുക്ക് കിടന്നാലോ? അനുരാധ ചോദിച്ചു. അനുരാധയും മഹിമയും ഉറങ്ങാൻ കിടന്നു. അനുരാധയുടെ മനസ്സ് മുഴുവൻ സായിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മഹിമ കുറച്ച് ദിവസം കൂടി ഇവിടെ താമസിച്ചൂടെ എന്ന് അനുരാധയോട് ചോദിച്ചപ്പോൾ അവൾ ആലോചിക്കാം എന്ന് പറഞ്ഞത്. സായി ആവട്ടെ അവൻ്റെ മുറിയിൽ ബെഡിൽ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നു. പൂമാർക്കറ്റിൽ കണ്ട ആ പെൺകുട്ടിയായിരുന്നു സായിയുടെ മനസ്സിൽ. അനുരാധയുടെയും സായിയുടെയും മനസ്സിൽ ആദ്യ പ്രണയത്തിൻ്റെ മുട്ടിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇരുവരും അവർ പ്രണയിക്കുന്ന വ്യക്തികളെ ഓർത്ത് ചെറുപുഞ്ചിരിയോടെ ബെഡിൽ കിടന്നു. പിറ്റേ ദിവസം രാവിലെ 5 മണിയായപ്പോൾ, മോനെ സായ്, എഴുന്നേൽക്ക്. സുമലത വന്ന് സായിയെ വിളിച്ചുണർത്തി. അമ്മയുടെ വിളി കേട്ടതും സായ് കണ്ണുകൾ തിരുമ്മിക്കൊണ്ട്, ഗുഡ് മോർണിംഗ് അമ്മ. ഗുഡ് മോർണിംഗ് സായ്. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ? അച്ഛൻ അവിടെ കോഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നീ എണീക്കില്ലേ? ഇനി വിളിക്കണ്ടല്ലോ. അമ്മ പോയിക്കോ, ഞാൻ എഴുന്നേറ്റോളാം, സായ് ഉറക്കച്ചടവോടെ പറഞ്ഞു. സുമലത സായിയെ നോക്കി സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അടുക്കളയിലേക്ക് പോയി.
അമ്മ പോയതും സായി എഴുന്നേറ്റ് ബെഡിൽ കണ്ണുകൾ അടച്ച് അല്പസമയം ഇരുന്നു. പിന്നെ എഴുന്നേറ്റ് പല്ല് തേച്ച് കഴിഞ്ഞ് താഴെ അടുക്കളയിലേക്ക് പോയി. ഗുഡ് മോർണിംഗ് മൈ സൺ, മുരളി പറഞ്ഞു. ഗുഡ് മോർണിംഗ് അച്ഛാ. മോനെ, ഇതാ നിന്റെ ലെമൺ ടീ. സുമലത സായിക്ക് ലെമൺ ടീ കൊടുത്തു. ലെമൺ ടീ കുടിച്ചു കഴിഞ്ഞതും അച്ഛാ, ഞാൻ ജോഗിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞ് സായ് പുറത്തേക്ക് പോയി. ജോഗിങ് കഴിഞ്ഞ് സായ് തിരിച്ചെത്തിയപ്പോൾ ഗാർഡനിൽ മുരളിയും ഗോപിയും കൂടി സംസാരിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഹലോ അങ്കിൾ, ഗുഡ് മോർണിംഗ്, സായ് പറഞ്ഞു. ഹാ മോനെ, ഗുഡ് മോർണിംഗ്. മോൻ ഡെയിലി ജോഗിങ്ങിന് പോകാറുണ്ടോ? ഗോപി ചോദിച്ചു. അവൻ നമ്മളെപ്പോലെയൊന്നുമല്ല. എക്സസൈസ്, ഡയറ്റ് എല്ലാം നന്നായി ഫോളോ ചെയ്യുന്നവനാണ്, മുരളി പറഞ്ഞു. അനുരാധയും ദിവസം ജോഗിങ്ങിന് പോകും, ഗോപി പറഞ്ഞു. ഓ, അപ്പോൾ നാളെ എനിക്കൊരു കമ്പനിയായി. പിന്നെ അങ്കിൾ, കോഫി കുടിച്ചോ? ആ, കുടിച്ചു മോനെ. എന്നാൽ ഞാൻ പോയി കോഫി കുടിക്കട്ടെ എന്ന് പറഞ്ഞ് സായ് അടുക്കളയിലേക്ക് പോയി. അമ്മ, കോഫി. സായ് അടുക്കളയിൽ എത്തിയപ്പോൾ അവിടെ അനുരാധയും വസുമതിയും ഉണ്ടായിരുന്നു. സായ് ജോഗിങ്ങിന് പോകുന്നത് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നു, അനുരാധ പറഞ്ഞു. ഓ, സാരമില്ല, നമുക്ക് നാളെ പോകാമെന്നേ. നാളെ തൊട്ട് ജോയിൻ ചെയ്തോ, സായ് പറഞ്ഞു. അല്ല മോനെ, അപ്പോൾ ഞങ്ങൾക്ക് പോവുകയൊന്നും വേണ്ടേ? വസുമതി ചോദിച്ചു. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞു പോയാൽ മതി. വല്ലപ്പോഴുമേ ഇങ്ങോട്ടൊന്ന് വരൂ. അപ്പോൾ അനുരാധ അവിടെ തനിച്ചാണെന്ന് പറഞ്ഞ് ഒരു ദിവസം പോലും നിൽക്കാറില്ല. ഇപ്പോൾ അവളും കൂടെ ഉണ്ടല്ലോ. ഇനി പതുക്കെ തിരിച്ചു പോയാൽ മതി, സായ് പറഞ്ഞു. നല്ല കാര്യമായി. അങ്കിൾ നാളെ തന്നെ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്, വസുമതി പറഞ്ഞു. ഗോപിയേട്ടൻ അങ്ങനെയൊക്കെ പറയും. ഒരാഴ്ച കഴിയാതെ നിങ്ങളെ ഞങ്ങൾ എവിടേക്കും വിടില്ല എന്ന് പറഞ്ഞ് സുമലത സായിക്ക് കോഫി കൊടുത്തു. അമ്മ പറഞ്ഞതാണ് ശരി. അങ്കിളിനെയെല്ലാം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, സായി പറഞ്ഞു. ആൻറ്റിയും അനുരാധയും കോഫി കുടിച്ചോ? ആ, ഞങ്ങളൊക്കെ കുടിച്ചു മോനെ, വസുമതി പറഞ്ഞു. എവിടെ കൂട്ടുകാരി, എണീറ്റില്ലേ? സായ് അനുരാധയോട് ചോദിച്ചു. ആ, അവൾ എണീറ്റ് കുളിക്കുകയാണ്, അനുരാധ പറഞ്ഞു. അമ്മ, ലക്ഷ്മി ചേച്ചി ഇന്ന് വന്നിട്ടില്ലേ? സായ് ചോദിച്ചു. ഇന്ന് കുറച്ച് ലേറ്റായേ വരൂ. അവളുടെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോകണമെന്ന് പറഞ്ഞിരുന്നു. ആ, പിന്നെ അമ്മ, വിഷ്ണുവിൻ്റെ ഫീസ് കൊടുത്തല്ലോ അല്ലേ? സായ് അനുരാധയും വസുമതിയും കേൾക്കാതെ അമ്മയോട് പതിയെ ചോദിച്ചു. അയ്യോ മോനെ, ഇന്നലത്തെ തിരക്കിനിടയിൽ ഞാനത് മറന്നു. ആ, സാരമില്ല അമ്മേ, ഞാൻ ഓഫീസിൽ പോകുന്ന വഴിക്ക് ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിൽ പോയി കൊടുത്തോളാം. എന്താണ് അമ്മയും മകനും ഒരു സ്വകാര്യം? വസുമതി ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി, ഉച്ചയ്ക്ക് ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് ഇവൻ ചോദിക്കുകയായിരുന്നു. ആ, ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലൊന്നും വേണ്ട. ഇവിടെ എന്താണോ അത് മതി മോനെ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ആൻറ്റി. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, അല്ലേ അമ്മ? ആൻറ്റി, എനിക്ക് ആൻറ്റിയുടെ ചെമ്മീൻ റോസ്റ്റ് എന്തായാലും വേണം. കുട്ടിക്കാലത്ത് കഴിച്ച ഓർമ്മയേ ഉള്ളൂ. ഇപ്പോഴും ആ ടേസ്റ്റ്, വാവ്, ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു, അനുരാധ കൊതിയോടെ പറഞ്ഞു. ആ, എന്നാൽ അമ്മ, ഇന്നുച്ചയ്ക്ക് ചെമ്മീൻ റോസ്റ്റ് മസ്റ്റ്, സായി പറഞ്ഞു. ഉച്ചയ്ക്ക് ചെമ്മീനാണോ എന്ന് ചോദിച്ചുകൊണ്ട് മഹിമ അവിടേക്ക് വന്നു. അടുത്ത ചെമ്മീനിൻ്റെ ആൾ എത്തിയല്ലോ, സായി പറഞ്ഞു. ഉച്ചയ്ക്ക് ചെമ്മീനാണോ ഏട്ടാ? അത് കൊള്ളാം. പിന്നെ എന്തൊക്കെയാണ് വിഭവങ്ങൾ? മഹിമ ചോദിച്ചു. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നീയും അനുരാധയും കൂടി പ്ലാൻ ചെയ്തിട്ട് പറയൂ, സുമലത പറഞ്ഞു. ആ, ഓക്കെ അമ്മ, സെറ്റ്. അത് ഞങ്ങൾ ഏറ്റു, അല്ലേ ചേച്ചി? മഹിമ അനുരാധയെ നോക്കി പറഞ്ഞു. ഒരു ചിരിയോടെ അനുരാധ തലയാട്ടി. ഞാനെന്നാൽ അച്ഛമ്മയെ കണ്ടിട്ട് വരാം. ഇന്ന് വിളിച്ചുണർത്താൻ ഞാൻ പോയിട്ടില്ല, സായി പറഞ്ഞു. അതാണ് ഞാൻ പോയപ്പോൾ അച്ഛമ്മയ്ക്കൊരു പിണക്കം പോലെ, മഹിമ പറഞ്ഞു. അയ്യോ, എന്നാൽ ഞാൻ ആ പരിഭവം മാറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞ് സായ് പൂജാമുറിയിലേക്ക് പോയി. കണ്ണുകളടച്ച് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛമ്മയുടെ മടിയിൽ സായ് തലവെച്ച് കിടന്നു. എന്നോട് മിണ്ടണ്ട, ഞാൻ ഇന്ന് പിണക്കമാണ്, അച്ഛമ്മ കൊച്ചുകുട്ടികളെപ്പോലെ പരിഭവം കാണിച്ചു. അപ്പോഴേക്കും എൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ പിണങ്ങിയോ? ജോഗിങ് കഴിഞ്ഞ് വന്നപ്പോൾ അടുക്കളയിൽ ആൻറ്റിയും അനുരാധയും ഒക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് എന്തൊക്കെ ഉണ്ടാക്കണമെന്നുള്ള ചർച്ചയിലായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ മുറിയിൽ വരാതിരുന്നത്. അപ്പോഴേക്കും എൻ്റെ അച്ഛമ്മ പിണങ്ങിയോ?
ഇന്നലെ വന്നവരെ കണ്ടപ്പോൾ നീ എന്നെ മറന്നില്ലേ? പോയി അടുക്കളയിൽ അവരോടൊപ്പം തന്നെ പോയി ഇരുന്നോ. അച്ചോടാ, പിണങ്ങല്ലേ എൻ്റെ അച്ചമ്മേ. ഇങ്ങനെ പിണങ്ങിയിരുന്നാൽ ഞാൻ പിന്നെ എങ്ങനെ ഓഫീസിൽ പോകും? ഞാനാണെങ്കിൽ ആനന്ദിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അച്ചമ്മയുടെ പായസം ഇന്നലത്തെ അടിപൊളിയായിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അച്ചമ്മ പായസം കൊടുത്തു വിടുന്നുണ്ട് എന്ന്. പിണങ്ങിയിരിക്കാതെ ആ പായസം വേഗം ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് ചൂടാക്കി തായോ. എനിക്കിപ്പോൾ പോകാൻ സമയമാകും. പറയാതിരിക്കാൻ വയ്യ. അച്ചമ്മേ, അടിപൊളി ടേസ്റ്റായിരുന്നു. അച്ചമ്മയുടെ കൈപുണ്യം അപാരം തന്നെ. അത് പിന്നെ ഞാൻ ഇന്നലെ പായസം ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേൻ കൂടി ചേർത്തിരുന്നു. അച്ചമ്മ പിണക്കമെല്ലാം മാറി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ആ, അതാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ചമ്മ 1001 രൂപയെടുത്ത് പ്രാർത്ഥിച്ച് സായിയുടെ കയ്യിൽ കൊടുത്തു. സായ് അച്ചമ്മയുടെ അനുഗ്രഹവും വാങ്ങി അച്ചമ്മ കൊടുത്ത പണം പോക്കറ്റിൽ വെച്ചു. പൂജാമുറിയിൽ നിന്നും പുറത്തിറങ്ങി സായ് മുറിയിലേക്ക് നടന്നു. സായ്, പിന്നിൽ നിന്നും അനുരാധയുടെ വിളി കേട്ട് സായ് തിരിഞ്ഞു നോക്കി. എന്താ അനുരാധേ? സായ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്തിനാ അനുരാധ ഈ ഫോർമാലിറ്റിയുടെ എല്ലാം ആവശ്യം? എന്താണെങ്കിലും പറഞ്ഞോളൂ.